പ്രിയമുള്ളവരെ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ എത്തി. എനിക്ക് ശാരീരികമായി വളരെ സുഖമില്ലെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ശാരീരികമായിട്ട്. എങ്കിൽ പോലും ഈ ദേവദാസൻ്റെ സ്ഥിതി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരികയായിരുന്നു. ആ ദേവദാസൻ്റെ ആ ദയനീയ സ്ഥിതി ഒന്ന് കേൾക്കണമേ. 43 വയസ്സ് മാത്രം പ്രായമുള്ള 53 വയസ്സ് മാത്രം പ്രായമുള്ള ആ കർത്തദാസന് സ്ഥിതി ഒന്ന് കാണണേ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവദാസന് 2 കാലും മുറിച്ചിരിക്കുകയാണ്. 2 കാലും മുറിച്ചു. വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ദേവദാസനായിരിക്കുന്നത്. വളരെ പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് അദ്ദേഹം ഇപ്പോൾ പറയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജോർജ് കുട്ടി, TS ജോർജ്. ഞാനിപ്പോൾ ആൻഡമാൻസിലായിരിക്കുന്നു. ഏകദേശം 25 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 17 വർഷമായി ആൻഡമാൻ നിക്കോബാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലും വളരെ ഭാരത്തിലുമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ 2 കാലും മുറിച്ചു. 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു കാല്, വലത്ത് കാലിൻ്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ച് രക്തഓട്ടമില്ലാതെ വളരെ ഭാരപ്പെട്ട് ഞാൻ അനേക മരുന്നുകളൊക്കെ കഴിച്ചെങ്കിലും അത് മാറ്റുവാൻ കഴിയാതെ വന്നപ്പോൾ മുട്ടിന് താഴെ വെച്ച് മുറിക്കുവാനിടയായി തീർന്നു. വളരെ ഭാരത്തോടെയാണ് ഞാൻ എൻ്റെ കാല് മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഡോക്ടർമാർ പറഞ്ഞു അതൊന്നും പറ്റത്തില്ലെങ്കിൽ കാല് മുഴുവനായി മുറിച്ച് കളയണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഭാരത്തോടെ എൻ്റെ കാല് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അത് മുറിച്ച്, വലത്ത് കാല് മുറിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത് കാലിനും വളരെ ഭാരം തോന്നി. അതും ഏകദേശം 5.5 മാസം ഞാൻ മെഡിക്കലിൽ അഡ്മിറ്റായിരുന്നു. ഒരു വേദന മാറുമെന്ന് കണ്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്യാനൊക്കെ അവരാകുന്ന ശ്രമിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ അവർ മുട്ടിന് മുകളിൽ വെച്ച് എൻ്റെ കാല് മുറിക്കുവാനിടയായി തീർന്നു. കാല് മുറിച്ച് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടന്നു. പലരും വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും എൻ്റെ ഹൃദയത്തിന് ഒരാശ്വാസമോ സൗഖ്യമോ ഒന്നും ആയില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ദൈവത്തിൻ്റെ ഹിതം ഇതാണ്. ദൈവം എന്താഗ്രഹിക്കുന്നു അതുപോലെ നടക്കട്ടെ. ഞാൻ എന്നെ തന്നെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ 2 കാലും മുറിച്ച് ഞാനിപ്പോൾ ഭവനത്തിലായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത പോലെ ഭാരമുണ്ട്. ഒന്നിൻ്റെ കാല് വയ്ക്കണം, 2 കാലും വയ്ക്കണോ എന്ന് ചോദിച്ചപ്പോൾ 4 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. ആദ്യം എൻ്റെ വലത്ത് കാല് വെച്ചിരുന്നു. കാല് ശോഷിച്ചതുകൊണ്ട് അതിന് വയ്ക്കുവാൻ കഴിയത്തില്ല. ഇനി 2ഉം കൂടെ ഒന്നിച്ച് വെക്കാനേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് 2ഉം കൂടെ ഒന്നിച്ച് വെക്കാൻ 4 ലക്ഷം രൂപ വേണം. അതെൻ്റെ കുടുംബത്തിലോ എൻ്റെ മക്കളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടൊന്നും കഴിയത്തില്ല. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ദൈവമക്കൾ എന്നെ സഹായിച്ച് എൻ്റെ കാല് വെച്ച് ദൈവം എന്നെ ആയുസ് തരുന്നിടത്തോളം ദൈവത്തിനായി പ്രവർത്തിപ്പാൻ, ദൈവനാമത്തിൻ്റെ കാരണമായി തീരുവാൻ ഞങ്ങൾ കുടുംബമായി താല്പര്യപ്പെടുന്നു. എനിക്ക് നാട്ടിൽ വീടോ സ്ഥലമോ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആൻഡമാൻസിലായിരിക്കുന്നത്. ആൻഡമാൻസിൽ ഏകദേശം 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ലഭിച്ചു. അതിലൊരു വീട് വയ്ക്കുവാനൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ടു. വാടക വീട്ടിലൊക്കെ കഴിഞ്ഞെങ്കിലും വീട് വെക്കാനൊക്കെ ഭാരപ്പെട്ടു. പലരും ആശ്രയിച്ചെങ്കിലും നടന്നില്ലെങ്കിൽ ഒടുവിലായി ഗുഡ് ന്യൂസുകാരെ സമീപിച്ചു. ഗുഡ് ന്യൂസുകാരും അതുപോലെ തന്നെ ക്രൈസ്തവ ബന്ധക്കാർ ഈ വിഷയം ഏറ്റെടുക്കുകയും ഞങ്ങളുടെ വീടിൻ്റെ പണിക്ക് അവർ പല മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഭാരങ്ങളെ അവർ അറിയിച്ചു. ഭാരം അവരുടെ വിഷയം പോലെ ഏറ്റെടുത്ത് അവർ ഞങ്ങളുടെ വീടിൻ്റെ പണിക്കായി ഞങ്ങളെ സഹായിച്ചു. ഒരു ഭവനം അതിൻ്റെ മനസ്സിലുണ്ടാകുവാനിടയായിത്തീർന്നു. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയാത്ത സാഹചര്യമാണ്. ഒരു കാരണവശാലും ഇപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്ക് 2 കാലും വയ്ക്കണം. അതിന് ദൈവമക്കളെ ഈ വീഡിയോ ശ്രദ്ധിക്കും നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ കുടുംബത്തെ സഹായിക്കണം. മറ്റാരിലും ആശ്രയിപ്പാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട്. മക്കൾ മൂത്ത ആള്
ഇപ്പോൾ നേരത്തെ ഒരു ബസ് കണ്ടക്ടറായിരുന്നു, എൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു, ആ ജോലി പോയി. ഇപ്പോൾ വീട്ടിലായിരിക്കുന്നു. ഇളയ മകൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ പഠിച്ചു. ഇപ്പോൾ സ്റ്റിക്കർ പഠിക്കുവാനായിട്ട് പോയിരിക്കുന്നു. അല്ലാതെ മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. ഉപജീവന മാർഗത്തിനോ മറ്റൊന്നിനും വേറൊരു വഴികളൊന്നുമില്ല. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ദൈവം ഇത്രത്തോളം നടത്തിയെന്ന് മാത്രം പറയാൻ കഴിയും. ദൈവമക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ച് എൻ്റെ കാല് വെച്ച് എനിക്ക് ദൈവം ചെയ്യുവാൻ പിന്നെ ഞാൻ കുടുംബമായി ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടത്, അദ്ദേഹം താമസിക്കുന്ന ഇപ്പം ഇരിക്കുന്ന വീൽ ചെയറിലാണ്. പക്ഷെ ഇവിടുന്ന് റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. റോഡ് വളരെ മോശമാണ്. ഈ വണ്ടി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കാരണം ഇനി അദ്ദേഹത്തെ ആരെങ്കിലും വെളിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. കാരണം രണ്ട് കാലും ഇല്ലാത്ത സാഹചര്യത്തിനകത്ത് റോഡിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ടതായ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളങ്ങനെ ഒരു കാല് വയ്ക്കാനൊരു ക്രമീകരണം ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോകാനും കർത്താവിൻ്റെ വേല പിന്നെയും ചെയ്യുവാനും ഒക്കെ കർത്താവ് സഹായിക്കുമല്ലോ. പിന്നെ പക്ഷേ ഏതൊക്കെ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്? ഞാൻ മൂന്നാർ ഡിസ്ട്രിക്റ്റിലെ കാന്തല്ലൂര്, കൽപ്പറ്റ സെൻട്രൽ, അയ്യങ്കൊല്ലി, തിരുവനന്തപുരം, തിരുമല, അതുപോലെ തന്നെ വിശാഖപട്ടണം, ആൻഡമാൻസിൽ 17 വർഷമായി ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ കാല് വെച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ആരുടെയും സപ്പോർട്ടില്ലാതെ നടക്കുവാനും പോകുവാനും ഒക്കെ കഴിയും. അതാണ് ഈ കാല് വെച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇതിനായി താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ കുടുംബത്തെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? SBI സ്റ്റേറ്റ് ബാങ്കിൽ. ബ്രാഞ്ച് ഏതാ? ബ്രാഞ്ച് ഗ്യാരചർമ്മ ബ്രാഞ്ച്. പേര് കിടക്കുന്നത് എങ്ങനെ? ജോർജ് TS. ജോർജ് TS. TS എന്ന് പറഞ്ഞ തോട്ടുമാലി സൗമൻ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഓക്കെ. ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തി നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ ഒരു നാമത്തിന് വേണ്ടി വീണ്ടും അധ്വാനിപ്പാൻ ദൈവം വളരെ കൃപ നൽകും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടം വരെ വന്ന് ഈ പ്രിയമുള്ളവരെ കാണാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഉച്ചയോടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഈ ദൈവദാസൻ്റെ സ്ഥിതി കണ്ടിട്ട് ഞാനിവിടെ നിന്ന് ഉച്ചയോടുകൂടെ എറണാകുളത്തുനിന്ന് ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. കാരണം എൻ്റെ ശരീരത്തിലൊരു അണുബാധയുണ്ടായി. എനിക്ക് അത്യാവശ്യം ശരീരത്തിലൊക്കെ വേദനയും പ്രയാസമായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ഈ ദൈവദാസൻ്റെ സ്ഥിതി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വരികയായിരുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് അതോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ താമസിക്കുമ്പോൾ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. ചുരുങ്ങിയ കാലഘട്ടം മാത്രം. പക്ഷേ ഒരു ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വടിയിൽ ആശ്രയിച്ചെങ്കിലും നടക്കാം. പക്ഷേ ഈ രണ്ടു കാലുമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ആരെങ്കിലും എടുത്തുകൊണ്ടൊന്ന് പോയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ഈ ദൈവദാസന് 2 കാല്, അതിന് 4 ലക്ഷം രൂപയാണ് ആവശ്യം. അതുകൊണ്ട് മാത്രമല്ല, ഇനി അദ്ദേഹത്തിന് തുടർന്ന് ജീവിക്കേണ്ടതുണ്ട്. ചില പുതിയ വഴികൾ ദൈവം തുറക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ കഴിയുന്ന
ഈ കാണുന്ന ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളാൽ കഴിയുന്നത് ചെറുതും വലുതുമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ കുടുംബത്തിന് അത് പ്രയോജനമാകും. നമ്മൾ മലയാള ഭാഷയിൽ പറയുന്നത് പോലെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെയാണ്. 53 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ദൈവദാസന് ഇനിയും തുടർന്ന് കർത്താവിന് വേണ്ടി മുന്നോട്ട് ഓടുവാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായങ്ങളും പ്രാർത്ഥനകളും സഹകരണങ്ങളും എല്ലാം ആവശ്യമാണ്. കർത്താവ് ധാരാളമായി നിങ്ങളിൽ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദൈവദാസൻ്റെ അക്കൗണ്ടിൽ മാത്രം പൈസ അയയ്ക്കുക, മറ്റൊരു അക്കൗണ്ടിലും പൈസ അയക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഈ ദൈവദാസൻ്റെ കാല് വെച്ചതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അയച്ചു തരുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.